കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഗൗതമിന്റെ അളകനന്ദയുടെ വിശേഷം വരാനിച്ച് വൈകിട്ടോ, അതുകൊണ്ട് ഇടാത്ത വന്നു കഴിയുമ്പോൾ ഉച്ചയ്ക്ക് തന്നെ വിശേഷം അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന നന്ദിനിമ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആരതി ഫോണിനകത്തേക്കിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നന്ദിനിയമ്മ പറഞ്ഞു, മോളെ നീ അവിടെ എന്തെടുക്കുക, ഇങ്ങോട്ട് വാ, അമ്മേനെ ഒന്ന് സഹായിക്കാൻ പറയാണ്. പക്ഷെ ഇതൊന്നും ആരതി കേൾക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും നന്ദിനമ്മ ഇത് തന്നെ ആവർത്തിക്കുകയാണ്. പിന്നീടും ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് ആരതി അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് നന്ദിനിയമ്മ പറഞ്ഞു, നീ എന്ത് പരിപാടി കാണിക്കണമെന്ന് ചോദിച്ചങ്ങ് തിരിയുവാണ്. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുക. നീ ഇത് ഏത് ലോകത്താ, ഇവിടെ എങ്ങോ അല്ലേ, എപ്പം നോക്കിയാലും ഇപ്പം നിനക്കൊരു ഫോൺ മാത്രമുള്ളല്ലോ, എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞ് നിനക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അല്ലമ്മേ കാര്യം എന്താ ഇപ്പം, അല്ല നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അല്ലമ്മ ഞാനൊരു കാര്യം ആലോചിക്കണം. അല്ല എന്ത് കാര്യം ആലോചിച്ചിട്ടുണ്ടേ. അല്ല ആദർശേണ്ട ചികിത്സിക്കാനായിട്ട് ഇപ്പൊ പണമില്ലല്ലോ, അപ്പൊ ഇനിയിപ്പം എങ്ങനെ ചികിത്സിക്കാൻ പറ്റും, അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചാന്നോണ. ആണോ, അതാണോ കുഴപ്പം, അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അച്ഛന്റെ PF എന്നുള്ള 1 രൂപ പോലും എടുത്തിട്ടില്ല. ഇനിയിപ്പം ആ രൂപ മൊത്തം കിടപ്പുണ്ട്, 10 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ആ പൈസ മതി എണ്ണ ചികിത്സിക്കാനായിട്ട് നിന്റെ. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടത് പറയണം. ഈ സമയത്താണ് വേണി അടുക്കളയിലേക്ക് വരുന്നത്. അപ്പൊ വേണി പെട്ടെന്ന് അവിടെ അങ്ങ് നിന്നു. അപ്പൊ ഇവർ ആദർശനെ കുറിച്ചുള്ള സംസാരം ആയതുകൊണ്ട് വേണി അങ്ങോട്ട് കടന്നു നിന്നില്ല. അല്ലമ്മേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പൊ 10 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ പൈസയൊന്നും ഇല്ലോ കയ്യില്. അങ്ങനെ അതിനടുത്ത് ചികിത്സിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ആദർശേട്ടൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിലോ, അപ്പോഴെന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം നന്ദിനിയമ്മ ഞെട്ടിപ്പോയി. പെട്ടെന്ന് വന്നിട്ട് കൈ നിർത്തി ഒറ്റ ഒരെണ്ണം ആദ്യത്തെ കവിളത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. നീ എന്താ പറഞ്ഞേ, എന്റെ മോൻ ആദർശം എഴുന്നേറ്റ് നടക്കില്ലെന്ന് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് നിന്റെ ഏട്ടനേക്കാളും വലുത് പണമല്ലേന്ന് ചോദിക്കണം. അല്ലമ്മേ ഞാന്, നീ കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം നീ കേട്ടോ, ഇനിയിപ്പോ ആ പണമല്ല മൊത്തം വിറ്റ് പെറുക്കിയാലും ശരി, ഒരു കാര്യം ഉറപ്പിച്ചു, ആദർശ ചികിത്സ ഞങ്ങൾ നടത്തും. ഞങ്ങളുടെ അവസാന ശ്വാസം വരെ അവനെ എഴുന്നേൽപ്പിച്ച് നടത്താനായിട്ട് ഞാനും ശ്യാമേട്ടും നോക്കും. നീ കണ്ടോ, ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നാണം ഉണ്ടോ നിനക്കിങ്ങനെ പറയാനായിട്ട്, എനിക്കിപ്പോ നിന്നെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുമെന്ന് പറയണം. ഇത് കേട്ടോണ്ട് വേണു എന്ന വേണിക്ക് പിന്നെ അടുക്കളയിലേക്ക് കയറാൻ തോന്നില്ല. വേണി അങ്ങോട്ട് നേരെ കയറി പോവാണ്. അങ്ങനെ ചിലപ്പം ആദർശ ടെറസാലുണ്ടായിരുന്നു. ആ വേണി എന്ത് പറ്റി വേണിഞ്ഞ് മുഖം വല്ലാതിരിക്കണ എന്താന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ആരതിമോള് വലിയ കുട്ടിയായില്ലേന്ന് ചോദിക്കണം. വലിയ കുട്ടിയായോ, അതെന്താ അങ്ങനെ പറഞ്ഞേ, അതിപ്പോഴാണ് നിനക്ക് തോന്നുന്നേ. അതുകൊണ്ടല്ലേ, വലിയ കുട്ടി ആയതുകൊണ്ടല്ലേ അവളുടെ കല്യാണം ഉറപ്പിച്ചേക്കുന്നേ, അവളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നേ. അല്ല വേണി എന്താ പെട്ടെന്ന് തോന്നേ. ഒന്നുമില്ല. പിന്നെ ആദർശേട്ടന്റെ ചികിത്സ ഞാൻ എങ്ങനെ നടത്തും. അതെ, പ്രൊഫസറുടെ അക്കൗണ്ടിലെ പൈസ എടുത്തിട്ട് വേണ്ട കേട്ടോ. എന്താ വേണി അങ്ങനെ പറഞ്ഞ. അല്ല PF പൈസ എടുത്തിട്ടേ, ആ പൈസ എടുത്ത് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പണമൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണേ. എന്ത് പറ്റി വേണി നിനക്ക്, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ, ആരതി എന്തെങ്കിലും പറഞ്ഞു നിൽക്കേ. ആരതി ഒന്നും പറഞ്ഞില്ല, സത്യം പറ, നീ എന്നോട് കള്ളത്തരം പറയണ്ട. ആരതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദർശനോട് പറയാതിരിക്കുവോ. അല്ലെങ്കിൽ ഞാൻ ആദർശനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ. കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളല്ലേ എന്നോട് പലതും മറച്ചു വെക്കണമെന്ന് പറയാ. പെട്ടെന്ന് ആദർശന്റെ മുഖം അങ്ങോട്ട് മാറി. വേണിക്ക് പെട്ടെന്ന് അബദ്ധം പറ്റി, അറിയാതെ പറഞ്ഞു പോയതാ, സോറി കേട്ടോ, അത് ഇങ്ങോട്ട് കാര്യമാക്കി എടുക്കണ്ട. അതെ ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ എന്താ ആദർശേട്ടാ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ, ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ. ആരെന്നോട് എന്ത് പറയാനാ, ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ വേണി നിനക്ക്, ആരുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ട് എപ്പം നീ ഇത് പറഞ്ഞേക്കുന്നേ. അപ്പൊ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. അല്ല ആദർശേട്ടാ, ഞാൻ ചിന്തിക്കുമായിരുന്നു, നേരത്തെ സ്കൂൾ വിട്ട സമയത്ത് നന്നായിട്ട് പഠിക്കുമായിരുന്നെങ്കിൽ എനിക്കിന്ന് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാനോ. അന്നത്തെ സമയത്ത് ഞാൻ പഠിച്ചില്ല, അതിനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ. ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ആദർശേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ആരുടെ സഹായം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ആദർശേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കും, ആദർശേട്ടൻ്റെ ചികിത്സ നടത്തും. ഇതിന്റെ വാശിയാന്ന് പറയണേ. നീ എന്തൊക്കെയാ വേണി പറയണേ. അതെ ആദർശേട്ടാ. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, എന്റെ വേണി നീ വെറുതെ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇവിടുന്ന് എഴുന്നേക്കാനൊന്നും പോകുന്നില്ല. നീ എന്തൊക്കെ ചികിത്സ നടത്തിയാലും ആരതി ഒരു പക്ഷെ പറഞ്ഞു ശരിയായിരിക്കും, ഞാൻ ഇനിയിപ്പോൾ എന്തൊക്കെ ചികിത്സ നടത്തിയെന്ന് പറഞ്ഞാലും ഇവിടുന്ന് എഴുന്നേക്കാൻ പോകുന്നില്ലായിരിക്കും, വെറുതെ പൈസ കളയണ്ടല്ലോ. അവള് പറഞ്ഞാൽ ശരിയെന്ന് പറയാം. വേണിക്ക് കാര്യം മനസ്സിലായി, ആദർശിന് കാര്യം പിടിയിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആരതി ചികിത്സിക്കേണ്ടെന്ന് പറഞ്ഞെന്ന് തോന്നിയിട്ടുണ്ടെന്ന്. ആ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കുമെന്ന് വേണിക്കറിയാം. പിന്നീട് വേണി പറഞ്ഞു, ആദർശൻ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എന്റെ മത്താപ്പിനെ ഞാൻ നോക്കും, എന്റെ ജീവൻ പോകുന്നോളം വരെ ഞാൻ നോക്കും, അതിപ്പോ എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. നീ ഇങ്ങോട്ട് വന്നേ, വേണ്ട ഞാൻ വരുന്നില്ല, ഇങ്ങോട്ട് വാ വേണി എന്ന് പറയാണ്. വേണി അരിയിലേക്ക് വിളിച്ചു, ഇങ്ങ വാ, ഇവിടെ ഇരിക്കാൻ പറയണം, എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്, ഞാൻ ചെല്ലട്ടെ. ഇപ്പൊ നീ പണിയൊന്നും ചെയ്യണ്ട, നീ എൻ്റെ അടുത്ത് ഇരുന്നാ മതി എന്ന് പറയണം. എന്നിട്ട് പറഞ്ഞു, അതെ ആരൊക്കെ ഇല്ലെങ്കിലും
ഒരു കുഴപ്പമില്ല, എനിക്ക് നീ ഉണ്ടല്ലോ, അത് മാത്രം മതി. നീ എന്നെ നോക്കുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, അത് മതി. എനിക്ക് വേറെ ആരും വേണ്ട വേണി, ഇത് മതി എന്ന് പറയണ. വേണിക്ക് രണ്ട് കണ്ണും നിറഞ്ഞു വന്നു. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയായിരുന്നു വേണിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. ആരുടെ അങ്ങനെ പറയുമെന്ന് ഒരിക്കലും വേണി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്ന കാര്യമല്ല. പിന്നീട് ചാരങ്ങാട്ട് വീട്ടിലേക്ക് ഗൗരി ശങ്കറും കനയും കമലയും കൂടെ കയറി വരുവാണ്. കമലയും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മഹാദേവൻ ഉണ്ടായിരുന്നു. മഹാദേവൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിള്ളച്ചേട്ടന് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ വലിയ വലിയ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ വരവ്. അങ്ങനെ വന്ന് നിന്നപ്പോഴത്തേനും തങ്കച്ചി അങ്ങോട്ട് വന്നു. മഹാദേവൻ പെട്ടെന്ന് ചോദിച്ചു, എടാ കമലയെ ഷോക്ക് അടിപ്പിച്ചോ എന്ന് ചോദിക്കുവാണ്. കളിയാക്കിയ മട്ടില്ല ചോദിക്കുന്നത്. പക്ഷെ ശങ്കറൊന്നും മിണ്ടിയില്ല. അപ്പൊ തങ്കച്ചി ചോദിച്ചു, എന്ത് പറ്റി? അവളെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവളെ അവിടെ നിർത്തിയിട്ട് പോരാൻ വരായിരുന്നോ? അവളെ അഡ്മിറ്റ് ആക്കിയിട്ട് പോരാൻ വരായിരുന്നോ? അവളുടെ അസുഖം കുറഞ്ഞു കഴിയുമ്പോഴത്തേനും അവളെ വീട്ടിലേക്ക് ആക്കിയാൽ മതിയായിരുന്നു അവളുടെ. പിന്നെ രണ്ടുപേരും കൂടെ ഇതിന് അവളെ പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അതിന് മറുപടി പറയാതെ ശങ്കർ മഹാദേവനോട് ചോദിച്ചു, അല്ല ശേഖരൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കും. അവനിവിടെ ഉണ്ടല്ലോ, അവന് പിന്നെ എവിടെ പോവാനാ? ഈ സമയത്ത് ശേഖരൻ അങ്ങോട്ട് വന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയണം. അല്ലമ്മ, എന്തിനാണ് നീ ശേഖരനെ ഇപ്പൊ അന്വേഷിച്ചേ? കാര്യമുണ്ട്, അതുകൊണ്ട് അന്വേഷിച്ചെന്ന് പറയണം. പിന്നെ ശേഖരനോട് ശങ്കർ ചോദിച്ചു, അല്ല ശേഖരേട്ടാ, ശേഖരേട്ടന് ആ റിപ്പോർട്ട് കിട്ടിയത് എവിടുന്നാ? അല്ല ഏത് റിപ്പോർട്ടിന്റെ കാര്യം നീ പറഞ്ഞേ? അല്ല കമലെടുത്തിട്ട് യൂട്രസ് റിമൂവ് ചെയ്തെന്നുള്ള റിപ്പോർട്ട് ശേഖരേട്ടൻ ഇവിടെ കൊണ്ട് തന്നായിരുന്നല്ലോ, ആ റിപ്പോർട്ട് കിട്ടിയത് എവിടുന്നാന്ന് ചോദിക്കുക. മഹാദേവൻ ചോദിച്ചു, ഇതെന്തും മണ്ടൻ ചോദ്യമാണ് ചോദിക്കുന്നത്. റിപ്പോർട്ട് കിട്ടുന്ന എവിടെയാ? സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന്, അവളുടെ ചികിത്സ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ റിപ്പോർട്ട് കിട്ടിയെന്ന് പറയാം. പെട്ടെന്ന് ശങ്കർ ചോദിച്ചു, ആണോ ശേഖരേട്ടൻ ചോദിക്കും. അതല്ലാതെ പിന്നെ എനിക്ക് എവിടുന്ന് കിട്ടാനാന്ന് ചോദിക്കുകയാണ്. മഹാദേവൻ ചോദിച്ചു, നിനക്ക് എന്താണ് അത്? വന്നപ്പോ തൊട്ട് എന്ത് മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നല്ലോ, എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അതെ, ഷെയറേട്ടൻ കൊണ്ടുവന്ന ആ റിപ്പോർട്ട് കള്ളത്തരം വന്നു. ഷെയർ കൊണ്ടുവന്ന റിപ്പോർട്ട് കള്ളത്തരോ? അതെ. എന്താ? പെട്ടെന്ന് ഗൗരി പറഞ്ഞു, കമലടത്തിലെ യൂട്രസ് നിന്ന് റിമൂവ് ചെയ്തിട്ടില്ലെന്ന് പറയണ. യൂട്രസ് റിമൂവ് ചെയ്തില്ലേ? എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. ഷെയർ പറഞ്ഞു, ദേച്ച വെറുതെ അടുത്ത അടവുമായിട്ട് വന്നിരിക്കുന്ന കേട്ടോ. ദേ കമലേനെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് എല്ലാരും കൂടെ ചേർന്നൊരു കളി നടത്തുന്ന. പെട്ടെന്ന് മഹാദേവൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവൂടാ ശങ്കറെ? റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ചല്ലേ, പോരാത്തിന് നിന്റെ ഭാര്യയെ വായിച്ച് കേൾപ്പിച്ചേ. പിന്നെ ഇപ്പൊ എന്താ? അച്ഛാ ഇങ്ങ് നോക്ക്, കമലെടുത്ത് സ്കാൻ ചെയ്ത റിപ്പോർട്ട് അത്. ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട് കമലെടുത്ത് യൂട്രസ് ഒന്നും മാറ്റിയിട്ടില്ല, നോക്കാൻ പറയുവാണ്. പെട്ടെന്ന് മഹാദേവൻ ഇത് വാങ്ങി തിരിച്ചു മറിച്ച് നോക്കി. പിന്നീട് തങ്കച്ചിയും വാങ്ങിച്ചു. തങ്കച്ചിയും തിരിച്ചു മറിച്ച് നോക്കി. കാരണം അവർക്കറിയില്ലോ, ഇംഗ്ലീഷൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാൻ അറിയത്തില്ല. ശങ്കർ പറഞ്ഞ്, കൊടുക്ക് ഗൗരിയുടെ കൊടുക്ക്, ഗൗരി അത് വായിച്ച് പറഞ്ഞു തരുമെന്ന് പറയാണ്. ശേഖർ പറഞ്ഞു, അച്ഛാ അതിനകത്ത് എഴുതിയേക്കുന്ന എല്ലാം കള്ളത്തരമായിരിക്കും, നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന, അതുകൊണ്ട് ഗൗരി അങ്ങനെ തന്നെ വായിച്ചു കേൾപ്പിക്കുള്ളൂ, ഇതൊന്നും വിശ്വസിക്കില്ല അച്ഛാ എന്ന് പറയടാ. മഹാദേവൻ പറഞ്ഞു, എടാ ഇതൊക്കെ ശരിക്കുള്ള ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നീ ഒരു കള്ളത്തരം കാണിച്ചാണെങ്കിലോ? ഞാൻ എന്തിനാ കള്ളത്തരം പറയണ അച്ഛാ? ഈ സമയത്താണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. ഗംഗേനെ കണ്ടതും പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങളല്ലേ വിശ്വാസം ഇല്ലാത്തുള്ളൂ, ഒരു കാര്യം ചെയ്യാം, ആ ഗംഗടയിലേക്ക് ആ റിപ്പോർട്ട് കൊടുക്ക്, ഗംഗ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് പറയാണ് സ്കാനിങ് റിപ്പോർട്ട്. പെട്ടെന്ന് ഷെയറൊന്ന് ഞെട്ടി. അങ്ങനെ ഗംഗയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഗംഗ അതെല്ലാം വായിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, ഇത് അബ്ഡോമനും പെൽവിസിന്റെ അതിന്റെയൊക്കെ സ്കാനിങ് ആണല്ലോ, അതിന് കുഴപ്പമില്ലോ എന്നൊക്കെ പറയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ ഒന്നും മനസ്സിലായില്ല. അല്ല മോളെ നീ എന്താ പറയണേ? അല്ല യൂട്രസിന്റെ ലെങ്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടിനകത്ത് എല്ലാം ഉണ്ടെന്ന് പറയണം. എന്താ മോളെ പറയണേ? എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാ. അതെ ശരിക്കും പറഞ്ഞ ദേവമാമ, കമലയുടെ യൂട്രസിന് ഒരു കുഴപ്പമില്ല, കമലയുടെ യൂട്രസ് അവിടെ തന്നെ ഉണ്ട്, ആരും റിമൂവ് ചെയ്തിട്ടില്ലെന്ന് പറയണം. ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി മഹാദേവൻ. മഹാദേവൻ അപ്പം ഈ മുമ്പ് കൊടുന്ന റിപ്പോർട്ടോ? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്, ആ റിപ്പോർട്ട്. പെട്ടെന്ന് ശേഖരന്റെ കോളറിനും കൂടി കുത്തിപ്പിടിക്കുക മഹാദേവൻ. സത്യം പറയടാ, ആ റിപ്പോർട്ട് എവിടുന്നാന്ന് ചോദിക്കുകയാണ്. ദേവരി പറഞ്ഞു, ഇനിയിപ്പൊ ആ റിപ്പോർട്ടിന്റെ കാര്യം ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാ. ശേഖരേട്ടൻ തന്നെ ഒരു സീലും പാടുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിന്റെ പേരിൽ സ്വന്തമായിട്ട് റിപ്പോർട്ട് എണ്ണം കൂടെ അടിച്ചുണ്ടാക്കുകയോ ചെയ്തേന്ന് പറയാണ്. മഹാദേവന് സഹിക്കാവുന്നതിന് അപ്പുറം വരുന്നത്. മഹാദേവൻ പറഞ്ഞു, ദ്രോഹി, അപ്പൊ നീ എന്ത് പരിപാടിയായി കാണിച്ചേന്ന് ചോദിക്കണം. അച്ഛാ നീ കൂടുതലൊന്നും പറയണ്ട. അല്ല നീ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തേ? ശങ്കർ പറഞ്ഞു, എന്തിനു വേണ്ടിയാ? കമലടത്തിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, വേറെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി ചെയ്ത ചതിയാന്ന് പറയാണ്. എന്നാലും എന്റെ പേരക്കുഞ്ഞെന്നുള്ള മോഹമാണല്ലോ നീ ഇല്ലാതാക്കിയത് ഇത്രയും കാലം. ഈ ചതി എന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ചേട്ടനെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കണം, ഇപ്പൊ ഇറങ്ങിക്കണമെന്ന് പറഞ്ഞ് കോളറിനെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ. തങ്കച്ചി പറഞ്ഞു, നമ്മുടെ മോനല്ലേ അവന്, മിണ്ടരുത്, ഇനി മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം പുറത്തായിരിക്കും, നീയാണ് ഇവന് ഇങ്ങനെ വഷളാക്കിയത്, ഒരു നിമിഷം പോലും ഇവൻ ഇവിടെ നിന്നുകൂടാന്ന് പറയണേ. ഇവിടെ മാത്രമല്ല, ഇനിയിപ്പൊ ചാരങ്ങാട്ട് വീട്ടിലെ ഏതെങ്കിലും കമ്പനിയിലോ ഇവൻ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക്
ഇറക്കി വിട്ട് കഥ കടയ്ക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇനി വിശേഷങ്ങളൊക്കെ ഇടാൻ ഇത്തിരി വൈകി കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.